2026 നോമ്പിൻ്റെ 28-ാം ദിവസം അഥവാ നോമ്പുകാല ചിന്തകളുടെ 28-ാം ഭാഗത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നോമ്പിനെ ഒരു പ്രത്യേകമായ വെളിച്ചത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ അവലംബിച്ച അതേ സമീപനം, അതായത് ഇതൊരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ ധ്യാനമായിട്ടോ പോലോ അല്ല, ഇത് പഠിക്കുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമായി പഠനത്തിൻ്റെ ആ ഒരു മനോഭാവത്തിൽ എന്നെ സമീപിക്കാമെന്നതുകൊണ്ട് നോട്ട്സിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലെൻഡ് ആസ് പ്രിപ്പറേഷൻ ഫോർ ട്രൂ കമ്പാനിയൻഷിപ്പ് വിച്ച് ദെൻ ലീഡ്സ് ടു ഫെലോഷിപ്പ്. അതായത് നോമ്പിനെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യർ പരസ്പരം സഖിത്വം പാലിപ്പാനുള്ള കഴിവ് ആർജിക്കാനുള്ള അവസരമായും തൽഫലമായി കൂട്ടായ്മ ആചരിപ്പാനുള്ള സാധ്യത കൂടുതൽ അർത്ഥവത്താക്കുന്ന ഒരനുഭവമായും ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആധുനിക യുഗത്തിലെ മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ പരസ്പര ബന്ധത്തിൽ താല്പര്യമില്ലാതെ സഖിത്വത്തിൻ്റെ സന്തോഷത്തിൽ പരസ്പരം ഏർപ്പെടുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു കഴിവ് ആർജിക്കാതെ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ അവിടെയുള്ളത് ഫെലോഷിപ്പായിത്തീരും അല്ലെങ്കിൽ കൂട്ടായ്മയായിത്തീരും എന്ന ഒരു തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ കൂട്ടായ്മയുടെ അന്തസത്ത എന്നത് സഖിത്വമാണ്. അത് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എൻ്റെ ഭൃത്യന്മാരെന്നല്ല, എൻ്റെ ദാസന്മാരെന്നല്ല, എൻ്റെ കൂട്ടുകാർ എന്നത്രേ വിചാരിക്കുന്നത്. യു ആർ മൈ ഫ്രണ്ട്സ് എന്ന് യേശു പറയാൻ കാര്യം, ആ സഖിത്വം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാത്രമേ നമുക്ക് കൂട്ടായ്മ ആചരിപ്പാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. പക്ഷേ നാം ഈ അവസ്ഥയിൽ നിന്ന് എത്രയോ ദൂരെയാണ് എന്ന് ചിന്തിക്കാറില്ല. ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പോലും നമുക്ക് ബോധ്യമില്ല എന്നത് ഈ തരുണത്തിൽ ഓർക്കേണ്ടത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു വിരോധാഭാസം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്ത ആരംഭിക്കും. യേശു മണലാരണ്യത്തിലേക്ക് പോയത് തനിയെ ആയിരിക്കാനല്ല, കൂട്ടായ്മ ആചരിപ്പാൻ തന്നെയാണ്. പക്ഷെ അത് എൻ്റെ പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുന്നതിൽ കൂടെയാണ് മനുഷ്യരുമായി സഖിത്വം, അതുമൂലം കൂട്ടായ്മ എന്ന അവസ്ഥയിൽ സത്യസന്ധമായി അതിൻ്റെ ആരോഗ്യത്തിൽ അതിനെ പാലിപ്പാനുള്ള കഴിവ് മനുഷ്യൻ ആർജിക്കുന്നത് എന്നതുകൊണ്ടാണ് തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ ഒരു അച്ചടക്കത്തിൻ്റെ പരിപൂർണത പാലിക്കുന്നതിന് യേശു മണലാരണ്യത്തിലേക്ക് പോയത് എന്നത് ഇതിനോടകം പല വീഡിയോകളിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒന്നും തന്നെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത അറിവുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്നൊന്നില്ല. ദൈവം പലതിനെയും സൃഷ്ടിച്ചു, ലോകത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. പക്ഷെ സൃഷ്ടിച്ച മറ്റൊന്നിനെ പറ്റിയും, ഇപ്പോൾ ഒരു പക്ഷി ഏകനായിരിക്കുന്നത് നന്നല്ല, അല്ലെങ്കിൽ ഒരു കാള ഏകനായിരിക്കുന്നത് നന്നല്ല, ഒരു തിമിംഗലമോ അല്ലെങ്കിൽ ഒരു ജിറാഫോ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇത് ഞാൻ വളരെ 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 ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന ഉള്ളിലെ ആശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ,
വളരെയധികം അനന്തമായ സാധ്യതകളുള്ള ഏതെങ്കിലും പ്രതിഭാസമുണ്ടോ അതിനപ്പുറത്തുള്ള കാര്യങ്ങളുമായി സാധ്യതകളുമായി ബന്ധം പുലർത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഉള്ളിലുള്ള സാധ്യതകൾ വെളിപ്പെട്ട് വരണമെങ്കിൽ അതിനുതകുന്ന ബാഹ്യ ഘടകങ്ങളുമായുള്ള സമ്പർക്കത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അനന്തമായ സാധ്യത, അപ്പോൾ വളരെ സാധ്യതകൾ കുറവാണെങ്കിൽ ഏകനായിരുന്നാൽ കുഴപ്പമില്ല. ഇപ്പോൾ യാതൊരു ബോധവുമില്ലാത്തൊരു മനുഷ്യൻ ഏകനായിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. അതാണൊരു പക്ഷെ അവന് നല്ലത്. മറ്റുള്ളവർക്ക് ഭാരമാകാതെ അവൻ ഏകനായിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. തീരെ സാധ്യതയില്ലാതെ വിചാരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ പോലും വലിയ വലിയ സാധ്യതകളുണ്ട് എന്നതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കാരണം നാം ഏകനായിരിക്കുന്ന അല്ലെങ്കിൽ ഏകമായിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വിച്ഛേദിക്കപ്പെട്ട് ഏകമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളിലെ സാധ്യതകൾ എന്താണ് എന്ന് ഒന്ന് പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുവാനോ അങ്ങനെ വെളിപ്പെടുത്തുന്നതിൽ കൂടെ തിരിച്ചറിഞ്ഞതിൽ വിശ്വസിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നാം ഏകനായിരിക്കുന്നത്, മനുഷ്യർ ഏകനായിരിക്കുന്നത് നന്നല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതമായ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ പരിമിതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ വെളിയിൽ നിൽക്കുന്ന ഘടകങ്ങളോട്, വ്യക്തികളോട്, സാധ്യതകളോട് ബന്ധം പുലർത്തുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ എത്ര വലുതാണ്, അപ്രമേയമാണ്, നിസ്സീമമാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുകയുള്ളൂ എന്ന ഒരു വലിയ പ്രാവർത്തിക അർത്ഥമുള്ള പ്രമാണം തിരിച്ചറിയാനുള്ള സന്ദർഭമായി ഇത് നമുക്ക് ഭവിക്കട്ടെ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദിസ് ഈസ് നോട്ട് സെഡ് അബൌട്ട് എനി അതർ പാർട്ട് ഓഫ് ക്രിയേഷൻ. കാരണം അവയ്ക്ക് മനുഷ്യനെ പോലെയുള്ള സാധ്യതകളില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യന് വിവിധമാർന്ന അനന്തമായ സാധ്യതകൾ അവൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഈ ഏകമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ വി നീഡ് എവറിഥിങ് ഔട്ട്സൈഡ് ഓഫ് ourselves ടു ഹെൽപ്പ് റിവീൽ ourselves മോർ ഫുള്ളി. ഉദാഹരണമായിട്ട് ഒരു സാഹചര്യം, ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകുമല്ലോ. നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ ശമര്യക്കാരനുണ്ട്, പുരോഹിതനുണ്ട്, ലേവ്യരുണ്ട്. ഇവരുടെ ഉള്ളിലെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ അവർക്ക് ബാഹ്യമായി മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കണം. ആ മനുഷ്യൻ അവിടെ ഇല്ലെങ്കിൽ ശമര്യക്കാരനും ലേവ്യനും പുരോഹിതനും ഏതാണ്ട് തുല്യമായ മാന്യതയുള്ളവരാണ്, ഒരേ തട്ടിൽ നിൽക്കുന്നവരാണെന്ന് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ബാഹ്യമായ കാര്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ കൂടുതൽ സത്യസന്ധമായി സ്പഷ്ടമായി വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഇത് വളരെ പ്രാവർത്തികമായ അർത്ഥമുള്ള കാര്യമാണ്, ഒരു പ്രമാണമാണ്. ഇത് ദയവായി ഓർത്തിരിക്കാനും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും ഏവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രമാണം ശരിയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് തന്നെ പലപ്പോഴും അറിയാൻ വയ്യാത്ത സാധ്യതകൾ വെളിപ്പെട്ട് വരുമാറും മറ്റുള്ളവരോട് ബന്ധം പുലർത്തുവാൻ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ, അത് അപ്രകാരം തന്നെ ആയിത്തീരണമെങ്കിൽ അതിന് ഉതകുന്ന വിധത്തിലുള്ള വ്യക്തികളോടും സാഹചര്യങ്ങളോടും ബന്ധം പുലർത്തിയാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. യാതൊരു മണവും ഗുണവുമില്ലാത്ത ആളുകൾ തികച്ചും തറ പാർട്ടികളോട് കൂട്ടായ്മ ആചരിച്ചതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നന്മ, മേന്മ വെളിപ്പെട്ട് വരും എന്ന് ചിന്തിക്കുവാൻ യാതൊരു യുക്തിയുമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ നാം ഉപയോഗിക്കേണ്ട ഒരു പരിഗണന, ആരെങ്കിലും നമ്മോട് ഇടപെട്ടാൽ ആ മനുഷ്യരുടെ, ആ വ്യക്തിയുടെ ഉള്ളിൽ ഉദിച്ചു വരുന്ന, പൊന്തി വരുന്ന അറിവുകളും താല്പര്യങ്ങളും വികാരങ്ങളും എന്താണ്. അപ്പോൾ എന്നോട് ആരെങ്കിലും ബന്ധം പുലർത്തിയാൽ 5 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ കൂടെ ആ വ്യക്തിയുടെ ഉള്ളിൽ മേന്മയേറിയ ചിന്തകളും വികാരങ്ങളും ഉണരുമോ, അല്ല നീചമായ വികാരങ്ങൾ ഉണരുമോ, ഇത് പരിഗണിച്ചാൽ ഞാൻ ആരാണ് എന്ന് ഏകദേശം എനിക്ക് ബോധ്യം കിട്ടും. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നവരെല്ലാം തന്നെ അവരെ തന്നെ അത്ഭുതപ്പെടുത്തുമാർ അവരുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് 4 സുവിശേഷങ്ങളിൽ നിറച്ചുള്ളത്. ഒരു പ്രത്യേക ഉദാഹരണം എടുത്ത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൻ്റെ
5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരും. അവനെ തന്നെ അത്ഭുതപ്പെടുത്തുമാറ് അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരും. കാരണം യേശുവിൻ്റെ വ്യക്തിത്വം അപ്രകാരമാണ്. അതുപോലെ നാം ആയിത്തീരണം എന്നുള്ളതാണ് ആത്മീയമായ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് തിരിച്ചറിയേണ്ട ഒരു വലിയ ആവശ്യം ഇവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യുവതീവാക്കന്മാരോട് പറയുന്നു, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. അപ്പം നിങ്ങൾക്ക് അനുയോജ്യരല്ലാത്ത ആളുകളോട് നിങ്ങൾ ഇണചേരരുത് എന്ന് പറയുമ്പോൾ, ഇപ്പം അനുയോജ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഉദ്ദേശം എന്താണ്? ഇപ്പം ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഞാൻ ശാരീരികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെങ്കിൽ അതിന് അനുയോജ്യമായതിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വലിയ ധനാഢ്യയായ സ്ത്രീ, വലിയ കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സ്ത്രീ ഭാര്യയെ കിട്ടിയാൽ കൊള്ളാൻ താല്പര്യമുണ്ടായി. എന്നാൽ എൻ്റെ ജീവിത ലക്ഷ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലോ ഈ പരിഗണനകൾ അമ്പാടെ അപ്രസക്തമായി തീരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസികളോട് ഇണചേരരുത് എന്ന് പറയുമ്പോൾ ന്യായമായി നാം ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ആരാണ് ഈ വിശ്വാസികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് തന്ന വ്യക്തിത്വത്തിൻ്റെ, ജീവൻ്റെ, ജീവിതത്തിൻ്റെ അതുല്യമായ, അഭൗമമായ, നിസ്സീമമായ സാധ്യതകളെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിരന്തരം അന്വേഷിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഉദരപൂരണം മാത്രം ലാക്കാക്കി ജീവിക്കുന്ന ഒരു വ്യക്തി, അല്പത്തരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസവുമായി യാതൊരു ബന്ധവും ഉണ്ടാകേണ്ട ആവശ്യമില്ല, ബന്ധമുണ്ടാകുകയുമില്ല എന്ന് ദയവായി തിരിച്ചറിയുക. പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് അഭിമാനിച്ച് നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അറിയേണ്ട, ചിന്തിക്കേണ്ട, പരിഗണിക്കേണ്ട ഒരു തത്വമാണ് ഇത് എന്ന് സൂചിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പോൾ യേശുവിൽ നാം വസിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വ്യക്തിത്വത്തിന് അത്ഭുതവഹമായ വളർച്ചയുണ്ടാകും. ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, വി വിൽ ഗ്രോ ടു എ ഫുൾ സ്റ്റാച്ചർ. യേശുവിൻ്റെ പ്രത്യേകമായ സിഗ്നിഫിക്കൻസ് ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ്. മനുഷ്യരായാൽ ഇങ്ങനെ ആയിരിക്കണം, മനുഷ്യത്വം എന്നാൽ ഇതാണ്, അത് വെളിപ്പെടുത്താനാണ് യേശു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അവസ്ഥ പ്രാപിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യം, നാം ഓരോരുത്തരും ഓരോ അവസ്ഥയിലായിരിക്കുന്നു. പക്ഷെ ആ അവസ്ഥയിലുള്ള സാധ്യതകളുടെ ഒരു ചെറിയ അംശത്തെ പറ്റി മാത്രമേ നമുക്ക് ബോധമുള്ളൂ. അതനുസരിച്ചാണ് പരിമിതമായ നമ്മുടെ ജീവിത അവസ്ഥകളും ലക്ഷ്യങ്ങളും പ്രവൃത്തികളും നാം രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ എന്താണ് എന്നതിനെപ്പറ്റി കൂടുതൽ സത്യസന്ധമായി തിരിച്ചറിയുവാൻ നമുക്കൊരു കടമയുണ്ട്. അതാണ് താലന്തുകളുടെ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും സാധ്യതകളും ഒക്കെ എന്താണ്, അതിനെപ്പറ്റി ബോധ്യമില്ലാത്തവയൊക്കെ കുഴിച്ചിട്ടുകൊണ്ട് നമ്മുടെ ജീവിതം അനുദിനം പരിഭവത്തിൻ്റെ വേദിയാക്കി നാളുകൾ വീർപ്പ് മുട്ടി കഴിയുന്ന അവസ്ഥയിലാണ് വളരെയധികം ആളുകൾ ലോകത്തിൽ ഉള്ളത് എന്നതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ യേശുവിൽ വസിക്കുന്നതിൽ കൂടെ, യേശു നമ്മളിൽ വസിക്കുന്നതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട നാനാമുഖമായ വളർച്ച എന്ന അനുഗ്രഹം നാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പരിഭവത്തിലും പ്രയാസത്തിലും കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒട്ടുമുക്കാലും നമ്മുടെ ബന്ധങ്ങളെല്ലാം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് നമ്മൾ പറയുന്നത്, വ്യക്തിപരമായ ബന്ധങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ സ്വയത്തെ ഒരു അല്പമായി മാത്രം അറിഞ്ഞ് തങ്ങളുടെ തന്നെ വ്യക്തിത്വങ്ങളുടെ അരമുറികളായി, കാൽമുറികളായി അതിൽ അഭിമാനം പൂണ്ടു നടക്കുന്ന ആളുകൾ പരസ്പരം ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തിൽ വിമിഷ്ടമുണ്ടാകുമെന്നത് തികച്ചും യുക്തിയാണ്. അങ്ങനെ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട്
ബന്ധത്തിൽ സന്തോഷവും നിർവൃതിയും നിലനിൽക്കുന്ന സമാധാനവും ഉണ്ടാകണമെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന, സുപ്രധാനമായ പ്രാധാന്യം കൽപ്പിക്കുന്ന വിധത്തിൽ ചിന്തിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തീർച്ചയായും സന്തോഷവും സമാധാനവും നിർവൃതിയും നിറഞ്ഞു തുളുമ്പും എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഈ കാലത്ത് വളരെ വളരെ വിരളമാണ് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. അതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ നമുക്കിടയാകട്ടെ. അതും നോമ്പുകാല അനുഭവങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട നാനാമുഖമായ വളർച്ച പ്രാപിപ്പാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴി യേശു കാണിച്ചു തരാൻ വന്നു. അപ്പോൾ യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴി എന്ന് പറയുമ്പോൾ അതിനെ ക്രിസ്ത്യാനികൾ തികച്ചും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. യേശു ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ വഴിയുമായി ഞാൻ 100% താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിൽ കൂടെ മാത്രമേ, വ്യക്തിപരമായ എന്നിൽ കൂടെ മാത്രമേ എന്ന അർത്ഥത്തിലല്ല യേശുവോട് പറയുന്നത്. ഞാൻ ഈ വഴി, അതായത് ആ വഴി എന്താണെന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. അതാണ് ആ വഴി. അതായത് ദൈവത്തോട് പരിപൂർണമായി താതാത്മ്യം പ്രാപിക്കുന്നതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളുടെ പൂർണ്ണതയെപ്പറ്റി നമുക്ക് എപ്പോഴും ബോധമുണ്ടായിരിക്കും. കാരണം നമുക്ക് നാം ആരോട് ബന്ധപ്പെടുന്നു ആ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ തന്നെ ഉള്ളിലെ നാം അറിയാതെ ഇപ്പോൾ കിടക്കുന്ന സാധ്യതകളെ നാം തിരിച്ചറിയുന്ന എന്ന പ്രമാണം ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അതിന് ഏറ്റവും ഉതകുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. കാരണം ദൈവം എല്ലാ സാധ്യതകളുടെയും പരിപൂർണതയാണ്. ആ ദൈവത്തോട് നാം ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തന്നെ ബോധതലത്തിൽ തെളിഞ്ഞു വരികയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കടമയുണ്ട്. അതാണ് ദൈവഹിതം നിറവേറ്റുക എന്ന ആശയം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സാധ്യമായി തീരണമെങ്കിൽ നാം ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കണം, ഒന്നായിത്തീരണം. ആ വഴിയാണ് യേശു അറിഞ്ഞത്, വഴിയാണ് യേശു അറിയിച്ചത്. ആ വഴിയോട് യേശു 100% താതാത്മ്യം പ്രാപിച്ചിരിക്കാൻ ആ വഴി ഞാൻ തന്നെയാണ് എന്നാണ് യേശു ഉദ്ദേശിച്ചത് എന്നീ സമയത്ത് സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ നിന്ന് യേശു പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലം പുറപ്പെടും. ഔട്ട് ഓഫ് യു ലിവിങ് വാട്ടേഴ്സ് വിൽ ഫ്ലോ. അതെത്രയോ മനോഹരമായ സങ്കല്പമാണ്. യേശു തന്നെ തൻ ജീവന്റെ ജലമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു ആത്മീയമായ ദർശനത്തിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, പുനർജീവിപ്പിക്കുന്ന ആളുകളിൽ നിന്നും ജീവന്റെ ജലം പുറപ്പെടും എന്ന് യേശു പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയിലാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീ യേശു കണ്ടുമുട്ടുന്നത്. അവിടെ ഓരോ ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടെ അവരുടെ വ്യക്തിത്വം, അവരുടെ ജീവിതം കൂടുതൽ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് താണുകൊണ്ടേയിരുന്നു. 6-ാമത്തവൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ കഥ കഴിഞ്ഞു. ഇപ്പോഴുള്ളവനോ ഇതെൻ്റെ ഭർത്താവല്ല. അപ്പോൾ അതുകൊണ്ട് ഇതല്ല ഇതിൻ്റെ മാർഗം. പുരുഷന്മാരെ മാറിയത് കൊണ്ട് നല്ല ബന്ധം കിട്ടും എന്നാരെങ്കിലും വിചാരിച്ചാൽ അത് ഈ കാലത്തെ ഒരു പ്രത്യേകമായ മൗഢ്യമാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതിനോട് നീതി പാലിക്കാനുമുള്ള വ്യക്തിത്വം ആർജിക്കാതെ അവിടെ പോയി മുട്ടി, ഇവിടെ പോയി മുട്ടി, ഒരാളെ കണ്ടു, 10 പേരെ കണ്ടു, 5 പേരുണ്ടായിരുന്നു, 6 പേർ, 6-ാമത്തവൻ ഇതാ ആകപ്പാടെ ഒരു കാല് മുറിക്കകത്തും മറ്റേ കാല് മുറ്റത്തുമായിട്ട് നിൽക്കുന്നു. ഈ അവസ്ഥയിൽ പോയാൽ യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ല എന്നതാണ് യേശുവിടെ വെളിപ്പെടുത്തുന്നത്. ആധുനിക മനുഷ്യന്റെ യുഗത്തോട്, അനുഭവത്തോട് എത്രയോ അടുത്തു നിൽക്കുന്ന പ്രസ്താവനകളാണ്, വെളിപ്പെടുത്തലുകളാണ് എന്ന് ഓർക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നാം പ്രത്യേകമായി കരുതേണ്ടത്, നാം നമ്മുടെ തന്നെ സാധ്യതകളെ പറ്റി വേണ്ടതുപോലെ ബോധമുള്ളവരാണോ? ആർ യു റിയലി അവെയർ ഓഫ് അവർ ഇമ്മെൻസ് സ്കോപ്പ്? ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ ഭാഗികമായി മാത്രം അറിയുന്നു, വളരെ അല്പമായി മാത്രം അറിയുന്നു. യഥാർത്ഥത്തിലുള്ള സ്വയം തിരിച്ചറിവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. കാരണം ആ സത്യം തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അത് മെനക്കേടുള്ള കാര്യമാകയാൽ, എന്നിൽ യാതൊരു കഴിവുമില്ലേ, ഞാനൊരു കഴുതയാണ് എന്ന് പറയുമ്പോൾ
തങ്ങളെ തന്നെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു ഫോർമുലയായിട്ടാണ് ആളുകൾ അവരുടെ എളിമ അല്ലെങ്കിൽ സൗമ്യത ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ദയവായി തിരിച്ചറിയണമേ. അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലം, യഥാർത്ഥത്തിലെ നോമ്പുകാലത്തിൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്? ദൈവം വിഭാവന ചെയ്ത നമ്മുടെ സാധ്യതകൾ എന്താണ്? നാം അവയോട് നീതി പാലിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ തന്നെ നാനാമുഖമായ വളർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ അനുവർത്തിക്കേണ്ട അച്ചടക്കം എന്താണ്? ഈ ഒരു അന്വേഷണത്തിൽ യേശുവിൻ്റെ മാതൃകയെ മൂലമായി എനിക്ക് പഠിക്കാൻ, ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് എന്താണ്? അവനെ പോലെ ആയിത്തീരുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള അർത്ഥവത്തായ അന്വേഷണങ്ങളായിരിക്കട്ടെ നമ്മുടെ നോമ്പുകാല അച്ചടക്കം എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിനീതമായി ആശിക്കുകയാണ്. ഏവരുമായി ആ ആഗ്രഹം പങ്കിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ അവസ്ഥയെ വേണ്ടതുപോലെ സത്യസന്ധമായി തിരിച്ചറിയുന്ന ഒരു അനുഭവമായി തീരട്ടെ. അതിൻ്റെ ആദ്യത്തെ പ്രമാണം എന്താണ്? നമ്മുടെ സാധ്യതകൾ അനന്തമാണ്. ദൈവം മനുഷ്യരെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ആക്ഷരികമായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അത് ഒരു സിംബോളിക് അല്ലെങ്കിൽ പ്രതീകാത്മകമായ വെളിപ്പെടുത്തലാണ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നമ്മുടെ ഓരോരുത്തരുടെയും സാധ്യത അത്ഭുതാവഹമാണ്, അനന്തമാണ്. രണ്ടാമതായി, അങ്ങനെ അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് സഹായം ആവശ്യമാണ്. ഇതൊരു വിരോധാഭാസമായി തോന്നും. നമ്മുടെ കഴിവുകൾ വളരെ കൂടുതലാണെങ്കിൽ, നമ്മുടെ സാധ്യതകൾ വളരെ കൂടുതലാണെങ്കിൽ ആരുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാമെന്നാണ് ചിന്തിക്കാം. പക്ഷെ ഞാൻ ആദ്യമേ അവതരിപ്പിച്ച മർമ്മം തന്നെ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സാധ്യതകൾ വളരെയധികം കൂടിയതായതുകൊണ്ടും അത് നാം ഏകമായിരിക്കുമ്പോൾ അതിനോട് നീതി പാലിക്കാൻ ഒരു വിധത്തിലും കഴിയാത്തത് കൊണ്ടുമാണ് മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം, അതിൻ്റെതായ സഹായം നമുക്ക് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യു നീഡ് ഹെൽപ്പ് പ്രിസൈസ്ലി ബിക്കോസ് യു ആർ ഇമ്മെൻസ് ഇൻ സ്കോപ്പ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ഉദാഹരണമായിട്ട് ഒരു പക്ഷിയോ ഒരു മൃഗമോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവയ്ക്ക് ഈ സുഹൃത്ത് അല്ലെങ്കിൽ സഖിത്വം എന്ന അവസ്ഥ അത്ര പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ട് അവർക്ക് സഖിത്വമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യർ അറിയുന്നത് പോലെ വിശാലമായ സാധ്യതകളുള്ളൊരു സഖിത്വം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇല്ല എന്നതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ട് വിചാരിക്കാവുന്ന അങ്ങനെയല്ല എന്നാരെങ്കിലും കട്ടായം പിടിച്ചാൽ അവരോടൊരു വിധത്തിലും വാഗ്വാദത്തിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുമില്ല. എന്നാൽ അതേസമയം തന്നെ അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് അതിനേക്കാൾ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയാൻ ഉള്ള മനസ്സ് മാത്രം കാണിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ആസ് എ റൂൾ, ദ ഗ്രേറ്റർ യുവർ സ്കോപ്പ്, the more critical your need for that something beyond yourself. ഇത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ സാധ്യതകളുടെ ഉള്ളിൽ എത്രമാത്രം കൂടുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ തോതിൽ ബാഹ്യമായ സഹായവും അത് ഒന്ന് പ്രകടിപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യർക്ക് ഒരു കൂട്ടാളിയെ തരുന്നു എന്ന് പറയുന്നത്. മനുഷ്യൻ നന്നായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് ഞാൻ അവന് തക്കതായ ഒരു തുണ. എന്താണ് ഈ തക്കതായ തുണ? അവൻ്റെ ഉള്ളിലുള്ള സാധ്യതകൾ ഏറ്റവും മഹനീയമായ വിധത്തിൽ പ്രകടിപ്പിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ, യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ അവനെ സഹായിക്കുന്ന ഒരു തുണയെ കൊടുക്കും എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടല്ല പലരും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് എന്നതും അവഗണിച്ചുകൂടാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. ഇനിയും അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ദ കീ ക്വസ്റ്റ്യൻ ഇൻ ലെൻറ്റ്, അത് ഈ നോമ്പ് കാലത്ത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? വൈ ഹാവ് വി ബിക്കം ഇൻകേപ്പബിൾ ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്? നമ്മുടെ പള്ളികളിൽ പോയാൽ, ഞാൻ എത്രയോ ആയിരക്കണക്കിന് പള്ളികളിൽ പോയിരിക്കുന്നു, അവിടെയൊക്കെ പോകുമ്പോഴും
എനിക്ക് വളരെ കൃത്യമായി എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന കാര്യം, ഇവിടെ ഫെലോഷിപ്പില്ല, ഇവിടെ ഫെലോഷിപ്പില്ല, ഇവിടെ ഫെലോഷിപ്പില്ല. ആളുകൾ കൂടി വരുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ ദർശനത്തിലുള്ളതുപോലെ ഉണങ്ങി വരേണ്ട എല്ലിൻ്റെ കൂമ്പാരമുള്ള താഴ്വരയാണ് ഓരോ സഭകളും എന്നതാണ് എൻ്റെ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം അവസരങ്ങളും അനുഭവിച്ചിട്ടുള്ളത്. അതിപ്പോൾ ആളുകൾ എന്നോട് തുരിതരാവെന്ന് പറയുന്നതുമുണ്ട്. പക്ഷേ അത് വേണ്ടതുപോലെ വേണ്ടിടത്ത് വെളിപ്പെടുത്തുവാനുള്ള ധൈര്യവുമില്ലാതെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിച്ച് നിൽക്കുന്നതും കൊണ്ടുകൂടെയാണ് ഈ വിഷയം ഞാൻ ഈ നോമ്പിനോടുള്ള ബന്ധത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകമായി നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: വൈ ഹാവ് വി ബിക്കം ഇൻകേപ്പബിൾ ഓഫ് റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ഫ്രണ്ട്ഷിപ്പ്? ഇപ്പോൾ കുടുംബജീവിതം തകരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിൻ്റെ മൂല കാരണം എന്താണെന്ന് ആരും പറയാതെ, ആ വലിയ രോഗത്തിന് ചികിത്സ കണ്ടുപിടിക്കാൻ എന്താണ് വഴി എന്നന്വേഷിക്കാതെ പടപ്പ് തല്ലി അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് സത്യത്തെ അഭിമുഖീകരിക്കാതെ മുൻപോട്ട് പോകുന്ന ഈ യാത്ര നല്ലതല്ല. അത് ഒഴിവാക്കണം എന്നവരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്? രണ്ടുപേര് തമ്മിൽ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഒരു കൂട്ടമായി കൂട്ടായ്മ ആചരിക്കുന്നത്. വാസ്തവത്തിൽ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, ആരോടും പറയുന്നുമില്ല. സത്യമായി പറഞ്ഞാൽ കൂട്ടായ്മയുടെ ലക്ഷ്യം അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തിൻ്റെ നാനാമുഖമായ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പ്രേരണയായി, ഒരു കാറ്റലിസ്റ്റായിട്ടാണ് ആ കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പം ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന ഒരു പ്രമാണം നമുക്കുണ്ടല്ലോ. ഒരേ തൂവലുള്ള പക്ഷികൾ കൂടി വരുന്നു. അതിനകത്ത് എന്താണ് ആത്മീയമായ സാധ്യതകൾ ഉള്ളത്? അതിലെന്താണ്, അതിൽ നിന്ന് എന്ത് അനുഗ്രഹമാണ് പ്രാപിപ്പാൻ സാധ്യമായത്? എന്ത് അനുഗ്രഹമാണ് നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ കഴിഞ്ഞ 30, 40, 50 വർഷം നമ്മൾ പ്രാപിച്ചത്? അപ്രകാരം കൂട്ടായ്മ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമായിരുന്നു. ദയവായി ചിന്തിക്കുക. സത്യത്തോട് നിങ്ങൾ ഭയം കാണിക്കാതെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും നിങ്ങളുടെ അവസ്ഥയോട് നീതി പുലർത്തത്തക്കവണ്ണം ചിന്തിക്കുവാനുള്ള നട്ടല് പ്രാപിപ്പാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇപ്രകാരമുള്ള അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരിച്ചവർ അവരുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഇപ്പോൾ നിലവിലിരിക്കുന്ന യേശു പറയുന്നത് ഈ കാലത്ത് നിലവിലിരിക്കുന്ന, തൻ്റെ കാലത്ത് നിലവിലിരിക്കുന്ന മതബോധവും ക്രമീകരണങ്ങളും കൂട്ടായ്മകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ മരിച്ചവരെ കുഴിച്ചിടുന്ന അവസ്ഥയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ ഇത് കൃത്യമായി അവിടെ കാണാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ആളുകൾ മനസ്സിലാക്കുന്നില്ല, അത് വേറൊരു കാര്യമാണ്. കൃത്യമായി യേശു പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ താരിപ്പുകളാണെന്നും ചുമതലകളാണെന്നും ഒക്കെ പറയുന്നല്ലോ, അപ്പനെ കുഴിച്ചിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മരിച്ചവരെ കുഴിച്ചിടുന്ന പരിപാടി പോലെയാണ്. അപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ സമൂഹത്തിലും സഭയിലും ഒക്കെ പൊതുവായി നിൽക്കുന്നത് എന്ന ആ വെളിപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ 2026-ാം ആണ്ട് നോമ്പിനെ യേശുവിൻ്റെ ലക്ഷ്യമായ എല്ലാവർക്കും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക എന്ന ആ ഒരു മഹനീയ ആത്മീയമായ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചായിരിക്കട്ടെ. When you express the scope of your person as fully as possible, you become the light of the world. നിങ്ങൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള എല്ലാ സാധ്യതകളെയും അതിൻ്റെ പൂർണ്ണ പരിശുദ്ധിയിൽ, പൂർണ്ണ രൂപത്തിൽ, പൂർണ്ണ തോതിൽ, പൂർണ്ണ വീര്യത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. അതുമാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഈ ഒരു തിരിച്ചറിവിൽ കൂടെ തന്നെ നമുക്ക് വലിയ വിടുതലുണ്ടാകും. അതുകൊണ്ട് 2026-ാം ആണ്ടിലെ നോമ്പ് വിടുതലിൻ്റെ നോമ്പായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി.